എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എൻ്റെ നാട്ടുകാരിയായ ശ്രീ ദിവ്യ എസ് അയ്യർ IAS കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. എനിക്ക് മാഡത്തിനോട് പറയാനുള്ളത്, ഞാനിത് പറയാൻ കാരണം ഞാനും ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാൻ മുമ്പൊരിക്കൽ ഒരു വീഡിയോ ചെയ്തിരുന്നു മാഡത്തിനെ കുറിച്ച്. പക്ഷെ വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ചെയ്യേണ്ടി വന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അറിയുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. മാഡം ഒന്ന് ഓർക്കുക, ഒത്തിരി പ്രഗത്ഭരായ IAS വനിതകൾ കേരളത്തിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവരുടെ സേവനങ്ങൾ അവർക്ക് കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല രീതിയിൽ അവർ നടത്തി പ്രശസ്തരായി. പൊതുജനങ്ങളെല്ലാം അവരുടെ സർവീസിലൊക്കെ അങ്ങേയറ്റം സന്തോഷിച്ചിട്ടുണ്ടായി. ആരിൽ നിന്നും, മാഡത്തിൽ നിന്നും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വിധ ബുദ്ധിമുട്ടുകളും അവരിൽ നിന്നുണ്ടായിട്ടില്ല. ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറിയാൽ നിങ്ങൾക്ക് പാടാം, നിങ്ങൾക്ക് തിരുവാതിര കളിക്കാം, ഒരു കുഴപ്പമില്ല. ഇറ്റ് ഈസ് യുവർ റൈറ്റ്സ്. പക്ഷേ നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജ് എന്തിൻ്റെ സ്റ്റേജാണ്? ആരോടൊപ്പമാണ് നിൽക്കുന്നത്? നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? എന്ത് പ്രസ്താവനയാണ് നടത്തുന്നത്? ഇതിനെക്കുറിച്ച് മുൻകൂട്ടി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഈ ഏറ്റവും പഴയ കാലത്തെ മറന്നുപോയ ഒരു ഇതാണ് ഈ പുകഴ്ത്തലുകൾ. ആരെങ്കിലും അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരതായിരുന്നു, ഇവരിതായിരുന്നു. അത് ഒരു എന്താ പറയുക, ദിവ്യ എസ് അയ്യർ IAS മേഡത്തെ പോലുള്ളവർക്ക് യോജിച്ചതൊന്നുമല്ല. ചില സമയത്ത് ചില പ്രസ്താവനകൾ ചിലരുടെ മുന്നിൽ വെച്ച് നടത്തുന്നത് കേൾക്കുമ്പോൾ ദുഃഖം തോന്നുന്നു. കാരണം മാഡം ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് വനിതയാണ്. അതുകൊണ്ടാണ് ദുഃഖം തോന്നുന്നത്. പിന്നെ മറ്റൊരു സന്തോഷമുള്ളത്, നിങ്ങളുടെ ഓരോ പ്രവർത്തനം, ഓരോ സ്റ്റേജിൽ സംസാരിക്കുന്ന രീതികളും ഒക്കെ അത് സഹിക്കാനുള്ളൊരു സഹനശക്തി ശ്രീ G. കാർത്തികേയൻ്റെ മകൻ ശ്രീ ശബരിനാഥൻ ഉണ്ടായതിൽ അങ്ങേയറ്റം നമ്മൾ സന്തോഷിക്കുന്നു. അത് ആൾ കേരള പീപ്പിൾ, ഇറ്റ് ഈസ് എ പ്രൗഡ് ഓഫ് ഹിം. കാരണം നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും തെറ്റില്ലാത്ത വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ശ്രീ ശബരിനാഥ്. അദ്ദേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം കടിച്ചമർത്തുന്നു. ആ സഹനശക്തിക്ക് ആ സഹനശക്തിയെക്കുറിച്ച് എല്ലാവരും ഓർക്കുന്നുണ്ട്, എല്ലാവരും പറയാറുണ്ട്. ഇനിയെങ്കിലും ആ മനുഷ്യനെ, മിസ്റ്റർ ശബരിനാഥിൻ്റെ മാനസിക അവസ്ഥയെ താറടിക്കാൻ ശ്രമിക്കരുത്. കാരണം ശ്രീ ശബരിനാഥ് ഒന്നും പ്രതികരിക്കാറില്ല. അത് സ്വയം മാഡം മനസ്സിലാക്കുക. അതൊരു വലിയൊരു ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഇനിയെങ്കിലും ഈ ഏതെങ്കിലും സ്റ്റേജിൽ കയറി നിന്ന് പരിസരം മറന്നിട്ടുള്ള സംസാരവും പരിപാടികളും മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അത് വേണോ വേണ്ടേ എന്ന് ആലോചിക്കുക.
അതിനുശേഷം തീരുമാനിക്കുക. നമ്മൾ പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല. നമ്മൾ പറയുന്നത് അതേ അർത്ഥത്തിൽ പബ്ലിക് എടുക്കണം എന്നുമില്ല. പക്ഷേ മേഡം വിചാരിക്കുന്നത് മേഡം ചെയ്യുന്നത് ശരിയാണ്, മേഡം പറയുന്നത് ശരിയാണ്, ആൾക്കാർ അംഗീകരിക്കും. ഒരിക്കലുമില്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രസ്താവനകളും, അതായത് അർത്ഥമില്ലാത്ത പ്രസ്താവനകൾ, വാഴ്ത്തലുകൾ ഒത്തിരി കൂടി പോകണു. പണ്ട് നിങ്ങളൊരു ഒരു മഹാനെക്കുറിച്ച് പറഞ്ഞ്, കണ്ണൂരിലുള്ള ഒരു നേതാവിനെക്കുറിച്ച്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഓർക്കുന്നില്ല, കാരണം ഓർക്കേണ്ട പേരുകളൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് അതൊക്കെ വലിയ ഓർമ്മ, എന്തൊക്കെയോ നടന്ന പോലെയൊക്കെ അന്നൊക്കെ പ്രസംഗിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു അതിനുശേഷം ആൾക്കാർ പലരും പറഞ്ഞു അതൊക്കെ തീർന്നു കാണുന്നില്ല. അത് തീർന്നില്ല, ഇപ്പോഴും അതൊരു സീരിയൽ ഫോൺ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിമർശിക്കുകയല്ല, എൻ്റെ അഭിപ്രായം പറയുകയാണ്. വിമർശിക്കുക എന്നത് വേറൊരു സബ്ജക്റ്റാണ്. ഇത് മേഡത്തിൽ നിന്നുണ്ടാകുന്ന ആ അപാകതകൾ എങ്ങനെ ഉണ്ടാകരുതായിരുന്നു. പക്ഷെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും സത്യസന്ധമായ പ്രസ്താവനകൾ നടത്താറില്ല. ഇതിൽ നിന്ന് എന്ത് നേട്ടം കൊയ്യാനാണ്? എന്ത് നേട്ടം ആഗ്രഹിക്കുന്നു? ഇതൊന്നും ശാശ്വതമല്ല. സത്യസന്ധമായി കാര്യങ്ങളെ ഗ്രഹിക്കുക, സത്യസന്ധമായി പ്രസ്താവനകൾ ഇറക്കുക. എന്ത് പ്രസ്താവന ഇറക്കിയാലും നമുക്കൊക്കെ ഒരു കുടുംബമുണ്ട്, ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. ആ കുടുംബത്തിനെയും ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്താതിരിക്കുക. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളിൽ മേഡത്തിൽ ഉണ്ടായ ചില സത്യസന്ധമല്ലാത്ത പ്രസ്താവനകൾ നടത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സ്റ്റേജിൽ കയറിയാൽ അവിടെ ആരാണ് നിങ്ങളോടൊപ്പം ഇരിക്കുന്നത്, നിങ്ങൾ ആരെക്കുറിച്ചാണ് വാഴ്ത്തുന്നത്, ഇതൊക്കെ എല്ലാം നിങ്ങൾ അത് പബ്ലിക്ക് കാണുന്നുണ്ട്. അതാണ് ദുഃഖം. സോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇനിയെങ്കിലും ശ്രീ ശബരിനാഥന് ഒരു പീസ് ഓഫ് മൈൻഡ് കൊടുക്കുന്ന രീതിയിൽ തങ്ങളുടെ ഓരോ പ്രവർത്തനവും അതിനനുസരണമായ രീതിയിൽ പ്ലാൻ ചെയ്യുക. ഇനിയെങ്കിലും അർത്ഥമില്ലാത്ത പ്രസ്താവനകൾ ചെയ്യാതിരിക്കുക. ഒരു സ്റ്റേജിൽ എന്തും പറയാം, എന്തും ചെയ്യാമെന്നുള്ള ഒരു നല്ലൊരു കീഴ്വഴക്കമല്ല. കാരണം നിങ്ങൾ മൂലം ഇപ്പോഴുമുണ്ട് കഴിവുള്ള ഉദ്യോഗസ്ഥർ, അതായത് വനിതാ IAS ഓഫീസേഴ്സ്, അവരുടെ സർവീസും അവരുടെ ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കി പോയ അവരെ കളങ്കപ്പെടുത്തരുത്. അത് അവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് മേഡത്തിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അത് അവരുടെ ക്വാളിറ്റി. ആരൊക്കെയോ എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കും, പക്ഷേ ദേ വോണ്ട് ടോക്ക്. ബീങ് എ പബ്ലിക് പേഴ്സൺ എനിക്ക് സംസാരിക്കാം. ഇനിയെങ്കിലും നല്ലത് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.